അടുത്ത ടോപ്പിക്കാണ് വി ഹാവ് എയർ പൊല്യൂഷൻ, നോയിസ് പൊല്യൂഷൻ, റേഡിയേഷൻ പൊല്യൂഷൻ. ഓക്കെ, റേഡിയേഷൻ പൊല്യൂഷൻ എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ പി ഡിയിൽ ഈ പറഞ്ഞ പോലെ ബേസിക്കലി എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, പി ഡി ഫുൾ ഓഫ് ഔട്ട് ഓഫ് സിലബസ് ആണോ ചോദിക്കാറെന്ന് ചോദിച്ചാൽ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന സിലബസിന്റെ പ്രശ്നമാണ് കേട്ടോ. ഓക്കെ, ശരിക്കും പി ഡി ഒക്കെ സിലബസിന്റെ ഉള്ളിൽ തന്നെയാണ് ചോദിക്കാറുള്ളത്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള സിലബസ്, നമ്മൾ തീരുമാനിച്ചിട്ടുള്ള സിലബസ് ചെറിയ സിലബസ് ആണ്, അതുകൊണ്ട് നമുക്ക് ഔട്ട് ഓഫ് സിലബസ് ചോദിക്കുകയാണ് എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, എല്ലാം സിലബസിൽ നിന്നാണ് ചോദിക്കാറുള്ളത്. ഓക്കെ, ബേസിക്കലി what we can say, ഇറ്റ്സ് എ ഒരു ബിഗ് ടോപ്പിക് ആണ്. അപ്പൊ അതുകൊണ്ട് മാറിക്കൊണ്ടിരിക്കുന്ന ടോപ്പിക് ആണ്. അപ്പൊ അതുകൊണ്ട് അവർ വളരെ വാസ്റ്റ് ആയിട്ട് ഓക്കെ അവർ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് എന്നുള്ളതാണ് ഓക്കെ മനസ്സിലാക്കേണ്ട ഒരു കേസ്. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുക ഓക്കെ, നമ്മൾ പരമാവധി ഓക്കെ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ഓക്കെ സംഭവങ്ങൾ കാര്യങ്ങൾ ഓക്കെ ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. മൂവിങ് ടു വി ഹാവ് ഓക്കെ എൻവിയോൺമെന്റൽ പൊല്യൂഷൻ. പൊല്യൂഷനിൽ ബേസിക്കലി 4 പൊല്യൂഷൻ ആണ് നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്: എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, സോയിൽ പൊല്യൂഷൻ ആൻഡ് നോയിസ് പൊല്യൂഷൻ. അതിന്റെ കൂടെ തന്നെ ഓക്കെ വി ഹാവ് ഒരു റേഡിയേഷൻ പൊല്യൂഷൻ ഓക്കെ എന്നുള്ള ഒരു ആസ്പെക്റ്റും ഓക്കെ നമ്മൾ വാട്ട് വി കൻ സേ വിൽ ബി ഓക്കെ ലേണിംഗ്. അപ്പം എയർ പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ വാട്ട് വി ഹാവ് ഈസ് എയർ പൊല്യൂഷൻ ആണ്, നമുക്കറിയാവുന്ന പോലെ ഓക്കെ എയർ റിലേറ്റഡ് ആയിട്ടുള്ള പൊല്യൂഷൻ ആണ്. അത് നമ്മൾ ഒരുപാട് ക്ലാസിഫിക്കേഷൻ ഉണ്ട് എയർ പൊല്യൂഷനിൽ. ഒന്ന് സോഴ്സസ് ഓഫ് എയർ പൊല്യൂഷനിൽ നമുക്ക് ഡിഫറെന്റ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. വി ഹാവ് നാച്ചുറൽ സോഴ്സസ് ആൻഡ് ആന്ത്രപ്പോജനിക് സോഴ്സസ്. ഓക്കെ, എയർ പൊല്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ഒരുപാട് നാച്ചുറൽ സോഴ്സുകളുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ വി ഹാവ് ആന്ത്രപ്പോജനിക് സോഴ്സുകളുണ്ട്. ഓക്കെ, അതിൽ പെടുന്ന ഒരു സംഭവങ്ങളാണ് വി ഹാവ് നാച്ചുറൽ സോഴ്സുകൾ എന്ന് പറയുമ്പോൾ വി ഹാവ് വോൾക്കാനോസ്, എർത്ത് ക്വേക്സ്, ഫോറസ്റ്റ് ഫയേഴ്സ്, ലാൻഡ് സ്ലൈഡ്സ് ഒക്കെ നാച്ചുറൽ സോഴ്സ് ആണ്. ആന്ത്രപ്പോജനിക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഓക്കെ മനുഷ്യന്മാർ ഉണ്ടാക്കുന്ന സോഴ്സുകളെയാണ് നമ്മൾ ആന്ത്രപ്പോജനിക് എന്ന് പറയുന്നത്. ഇൻഡസ്ട്രിയൽ സൈറ്റ്സ്, അർബൻ സെറ്റപ്സ് ഓക്കെ, മൈനിങ് ഏരിയാസ്, അഗ്രികൾച്ചറൽ ഏരിയാസ് ഓക്കെ, കൺസ്ട്രക്ഷൻ സൈറ്റ്സ് പോലെയുള്ളതാണ് നമുക്ക് വാട്ട് വി കൻ സേ നമുക്ക് ആന്ത്രപ്പോജനിക് സോഴ്സസ് എന്ന് പറയുന്നത്. സോ നമുക്ക് പിന്നെ നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത് സോഴ്സസ് ഓഫ് എയർ പൊല്യൂഷനിൽ തന്നെ ഒരുപാട് ക്ലാസിഫിക്കേഷൻ ഉണ്ട് എയർ പൊല്യൂട്ടൻസിന്റെ. എയർ പൊല്യൂട്ടൻസ് പറഞ്ഞാൽ എയർ പൊല്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ആസ്പെക്ടുകളെയാണ് നമ്മൾ എയർ പൊല്യൂട്ടൻസ് എന്ന് പറയുന്നത്. അപ്പം ഓരോരോ കാറ്റഗറിക്ക് അനുസരിച്ച് എയർ പൊല്യൂട്ടൻസിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. ഓക്കെ, ഒറിജിന്റെ അടിസ്ഥാനത്തിൽ ബേസിക്കലി വി ഹാവ് ടു ക്ലാസിഫിക്കേഷൻ. ഓക്കെ, പ്രൈമറി പൊല്യൂട്ടൻസ് ആൻഡ് സെക്കൻഡറി പൊല്യൂട്ടൻസ്. ഓക്കെ, ഒറിജിന്റെ അടിസ്ഥാനത്തിൽ വി ഹാവ് പ്രൈമറി പൊല്യൂട്ടൻസ് ആൻഡ് ഓക്കെ സെക്കൻഡറി പൊല്യൂട്ടൻസ് എന്നുള്ളതാണ് ഒറിജിന്റെ അടിസ്ഥാനത്തിൽ വരുന്ന ക്ലാസിഫിക്കേഷൻസ് എന്ന് പറയുന്നത്. സോ പ്രൈമറി പൊല്യൂട്ടൻസ് പറഞ്ഞാൽ എങ്ങനെയാണോ പൊല്യൂട്ടൻസ് ഉണ്ടാവുന്നത് അതുപോലെ തന്നെ പൊല്യൂട്ടൻസ് ആയിട്ട് ആവുന്നതാണ് പ്രൈമറി പൊല്യൂട്ടൻസ് എന്ന് പറയുന്നത്. സെക്കൻഡറി പൊല്യൂട്ടൻസ് എന്ന് പറയുമ്പോൾ പ്രൈമറി പൊല്യൂട്ടൻസിന്റെ റിയാക്ഷൻ കാരണമായിട്ടുണ്ടാവുന്നതിനെയാണ് ഓക്കെ നമ്മൾ സെക്കൻഡറി പൊല്യൂട്ടൻസ് എന്ന് പറയുന്നത്. സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിന്റെ അടിസ്ഥാനത്തിൽ പെറോക്സി അസറ്റൈൽ നൈട്രേറ്റ് ഒക്കെ സെക്കൻഡറി പൊല്യൂട്ടൻസിന്റെ ഒരു എക്സാമ്പിൾ ആണ്. സ്റ്റേറ്റ് ഓഫ് മാറ്ററിന്റെ അടിസ്ഥാനത്തിൽ ഓക്കെ ഉള്ളത് ഡിഫറെന്റ് ആയിട്ടുണ്ട്. വി ഹാവ് ഗ്യാസസ് പൊല്യൂട്ടൻസ് ആൻഡ് പെർട്ടിക്കുലേറ്റ് പൊല്യൂട്ടൻസ്. ഗ്യാസസ് പൊല്യൂട്ടൻസ് എന്ന് പറഞ്ഞാൽ ഓക്കെ ഗ്യാസസ് ഫോമിലുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഗ്യാസസ് പൊല്യൂട്ടൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഗ്യാസസ് ഫോമിലുള്ളതിനെയാണ് നമ്മൾ ഗ്യാസസ് പൊല്യൂട്ടൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഗ്യാസസ് പൊല്യൂട്ടൻസിന്റെ എക്സാമ്പിൾസ് ആയിട്ട് നമുക്കുള്ളതാണ് കാർബൺ മോണോക്സൈഡ്, കാർബൺ ഡയോക്സൈഡ്, നൈട്രജൻ ഓക്സൈഡ്, സൾഫർ ഓക്സൈഡ്, വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് ആൻഡ് ഓസോൺ. ഓക്കെ, ഓസോൺ എന്നുള്ളതാണ് വി ഹാവ് കാർബൺ മോണോക്സൈഡ്, ഓക്കെ കാർബൺ ഡയോക്സൈഡ്, നൈട്രജൻ ഓക്സൈഡ്, ഓക്കെ സൾഫർ ഓക്സൈഡ്. ഓക്കെ, അതുപോലെ തന്നെയുള്ള സംഭവങ്ങളെയാണ് ബേസിക്കലി നമുക്ക് ഗ്യാസസ് പൊല്യൂട്ടൻസ് എന്ന് പറയുന്നത്. പെർട്ടിക്കുലേറ്റ് പൊല്യൂട്ടൻസ് എന്ന് പറയുമ്പോൾ സ്മോൾ സോളിഡ് ഓർ ലിക്വിഡ് ആയിട്ടുള്ള ആസ്പെക്റ്റുകൾ. ഓക്കെ, സ്മോൾ സോളിഡ് ഓർ ലിക്വിഡ് ഡ്രോപ്ലെറ്റ്സ് സസ്പെൻഡ് ചെയ്തതിനെയാണ് നമ്മൾ പെർട്ടിക്കുലേറ്റ് പൊല്യൂട്ടൻസ് എന്ന് പറയുന്നത്. ഓക്കെ, പക്ക ഗ്യാസ് അല്ല. അതിന് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയാറുള്ളത് ഓക്കെ വി ഹാവ് സൂട്ട് ആൻഡ് സ്മോക്ക്, ഓക്കെ വി ഹാവ് ഫ്ലൈ ആഷ്, വി ഹാവ് ഡസ്റ്റ്, ഓക്കെ വി ഹാവ് മിനറൽ ആൻഡ് സോയിൽ പാർട്ടിക്കിൾസ്, ഓക്കെ വി ഹാവ് ഫ്യൂംസ്. ഓക്കെ, ഇതൊക്കെ ഓക്കെ ഇതിന് എക്സാമ്പിൾ ആയിട്ടുള്ള സംഭവങ്ങൾ എന്നുള്ളതാണ്. ദെൻ വി ഹാവ് ബേസ്ഡ് ഓൺ സൈസ്. ഓക്കെ, സൈസിന്റെ അടിസ്ഥാനത്തിൽ ഉള്ള ക്ലാസിഫിക്കേഷൻ ആയിട്ട് നമുക്ക് പറയാനുള്ളതാണ് ഹെവി പെർട്ടിക്കുലേറ്റ് മാറ്റർ, ഫൈൻ പാർട്ടിക്കിൾസ്, റെസ്പിറബിൾ പാർട്ടിക്കിൾസ്, കോസ് പാർട്ടിക്കിൾസ്, അൾട്രാ ഫൈൻ പാർട്ടിക്കിൾസ്. Okay, we have heavy particulate matter, fine particles, respirable particles,
കോസ് പാർട്ടിക്കിൾസ് ആൻഡ് അൾട്രാവൈൻ പാർട്ടിക്കിൾസ്. ഓക്കെ, ഇതാണ് സൈസിന്റെ അടിസ്ഥാനത്തിൽ. ഇതുപോലും ഓക്കെ, ഇതുപോലും മേ ദ ഫോളോയിങ്ങിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഹെവി എന്ന് പറയുമ്പോൾ ഓക്കെ ഗ്രേറ്റർ ദാൻ 10 മൈക്രോൺ ആണ്. ഓക്കെ, പ്രൈമറി എന്ന് പറയുമ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2.5, റെസ്പിറബിൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4, 2.5 ടു 10 ആ ഗ്യാപ്പിൽ വരുന്നത്. അൾട്രാ ഫൈൻ എന്ന് പറയുമ്പോൾ ലെസ് ദാൻ 0.1. ഓക്കെ, 0.1 എന്നുള്ളതാണ്. അപ്പം ഇതാണ് ഓരോ അതിന്റെ അടുത്തൊരു കാറ്റഗറി എന്ന് പറയുന്നത്. ഇങ്ങനെ തന്നെ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഇത് ഓരോ മൈക്രോൺ ഏതാണ് ഇതിന്റെ ആസ്പെക്റ്റിലേക്ക് വരുന്നത് എന്നുള്ളത്. ഓക്കെ, അടുത്താണ് കെമിക്കൽ കോമ്പോസിഷന്റെ അടിസ്ഥാനത്തിൽ. കെമിക്കൽ കോമ്പോസിഷന്റെ അടിസ്ഥാനത്തിൽ ഓർഗാനിക് ആൻഡ് ഇൻഓർഗാനിക്. ഓർഗാനിക് എന്ന് പറഞ്ഞാൽ ഓക്കെ, ഓർഗാനിക് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇറ്റ്സ് ഓൾ അബൌട്ട് വാട്ട് വി ക്യാൻ സേ സൈസ് റേഞ്ചിന്റെ ഓർഡർ. ഓക്കെ, സൈസ് റേഞ്ചിന്റെ ഓർഡർ പഠിക്കുക എന്ന് പറഞ്ഞാൽ ഓർഡർ പഠിക്കണം, അതുപോലെ ഏതാണ് എന്നുള്ളത്. ഇപ്പൊ നമ്മൾ ഏതാണ് എത്ര മൈക്രോൺ എന്ന് പഠിച്ചാൽ പിന്നെ നമുക്ക് ഓർഡർ ചെയ്യുന്ന കിട്ടുമല്ലോ. ഓർഡർ ആയിട്ട് പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ. കോഴ്സ് എന്ന് പറഞ്ഞാൽ ഇത്രയാണ്, റെസ്പിറബിൾ എന്ന് പറഞ്ഞാൽ ഇത്രയാണ്, ഫൈൻ എന്ന് പറഞ്ഞാൽ ഇത്രയാണ്, അൾട്രാ ഫൈൻ എന്ന് പറഞ്ഞാൽ ഇത്രയാണ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഓക്കെ എന്ന് പറഞ്ഞാൽ വാട്ട് വി നോ ഈസ് ദാറ്റ് അതാണല്ലോ അതിന്റെ ഓർഡർ. അപ്പം ഓർഡർ സെപ്പറേറ്റ് പഠിക്കുക എന്നുള്ളതല്ല, സൈസ് പഠിച്ചാൽ മതി. സൈസ് പഠിച്ചാൽ നിങ്ങൾക്ക് ഓർഡറും കിട്ടും. സൈസ് റിലേറ്റഡ് ആയിട്ടുള്ള മേ ദ ഫോളോയിങ് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, സൈസ് റിലേറ്റഡ് ആയിട്ടുള്ള മേ ദ ഫോളോയിങ് ആൻസർ ചെയ്യാൻ പറ്റും. ദെൻ വി ഹാവ് ബേസ്ഡ് ഓൺ കെമിക്കൽ കോമ്പോസിഷൻ. ഓർഗാനിക് പൊല്യൂട്ടൻസ് പറയുമ്പോൾ കാർബൺ ഉള്ള കോമ്പണന്റിനെയാണ് നമ്മൾ ഓർഗാനിക് പൊല്യൂട്ടൻസ് എന്ന് പറയുന്നത്. ഓക്കെ, കാർബൺ കണ്ടെയ്നിങ് കോമ്പൗണ്ട്സിനെയാണ് കാർബൺ കണ്ടെയ്നിങ് കോമ്പൗണ്ട്സിനെയാണ് ഓക്കെ നമ്മൾ ഓർഗാനിക് പൊല്യൂട്ടൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഹൈഡ്രോ കാർബൺസ്, വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് പോലെയുള്ളതൊക്കെ ഓർഗാനിക് ആണ്. അതുപോലെ തന്നെ ഹൈഡ്രോ കാർബൺസ് ഓക്കെ പെടുന്നതാണ് മീതെയിന്, ഈതെയിന്, പോളിസൈക്ലിക് ആരോമാറ്റിക് ഹൈഡ്രോ കാർബൺ. ഇതൊക്കെ ഇവിടെ നമ്മളെ കണക്ഷൻ എന്നുള്ളത് നോക്കാം. എയർ പൊല്യൂട്ടൻസ്, എയർ പൊല്യൂട്ടന്റെ ക്ലാസിഫിക്കേഷൻ ഓക്കെ വി ഹാവ് ബേസ്ഡ് ഓൺ കെമിക്കൽ കോമ്പോസിഷൻ. അതിലെ ഓർഗാനിക്കിലെ ക്ലാസിഫിക്കേഷൻ ആണ് വി ഹാവ് പോളിസൈക്ലിക് ആരോമാറ്റിക് ഹൈഡ്രോ കാർബൺ. ഓക്കെ, ഹൈഡ്രോ കാർബൺ എന്ന് പറയുന്നത്. ദെൻ ഇൻഓർഗാനിക് എന്ന് പറയുമ്പം വാട്ട് വി കൻ സേ കാർബൺ ഇല്ലാത്ത കോമ്പണൻസിനെയാണ് കാർബൺ ഇല്ലാത്ത കോമ്പണൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓക്കെ, ഇൻഓർഗാനിക് എന്ന് പറയുന്നത്. ഓക്കെ, കാർബൺ ഇല്ലാത്ത കോമ്പണൻസിനെയാണ് നമ്മൾ ഓക്കെ വാട്ട് വി കൻ സേ ഇൻഓർഗാനിക് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻഓർഗാനിക് എന്ന് പറയുന്നത്. സോ വി ഹാവ് കാർബൺ ഇല്ലാത്ത കമ്പണൻസ് പറയുമ്പോൾ വി ഹാവ് ഹെവി മെറ്റൽസ്. ഓക്കെ, ഹെവി മെറ്റൽസ്, അതുപോലെ തന്നെ ഇൻഓർഗാനിക് സാൾട്ട്, നൈട്രേറ്റ്സ്, ഫോസ്ഫേറ്റ് ഒക്കെ വി ഹാവ് എൻ എക്സാമ്പിൾ ഫോർ ഇൻഓർഗാനിക് കോമ്പണൻസ്. ഓക്കെ, ഇൻഓർഗാനിക് കോമ്പണൻസിനുള്ള എക്സാമ്പിൾ ആണ്. ദെൻ വി ഹാവ് പിന്നെ ഇൻഡോർ പൊല്യൂട്ടൻസ് ആൻഡ് ഔട്ട്ഡോർ പൊല്യൂട്ടൻസ് അടുത്തൊരു ക്ലാസിഫിക്കേഷൻ ആണ്. ഇൻഡോർ പൊല്യൂട്ടൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഓക്കെ വീട്ടിലുള്ള കുക്കിംഗ്, ക്ലീനിങ് പോലെയുള്ള കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന പൊല്യൂട്ടൻസിനെയാണ് നമ്മൾ ഇൻഡോർ പൊല്യൂട്ടൻസ് എന്ന് പറയുന്നത്. പുറത്തുള്ള വാഹനങ്ങൾ, ഇൻഡസ്ട്രിയൽ എമിഷൻസ്, വൈൽഡ് ഫയർസ് കാരണമൊക്കെ ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ ഔട്ട്ഡോർ എന്ന് പറയുന്നത്. പ്രധാനമായിട്ടുള്ള എയർ പൊല്യൂട്ടൻസ് ആയി പറയുന്നത് കാർബൺ മോണോക്സൈഡ്, ക്ലോറോഫ്ലൂറോ കാർബൺ, ലെഡ്, ഓസോൺ, നൈട്രജൻ ഓക്സൈഡ്, പെർട്ടിക്കുലേറ്റ് മാറ്റർ, സൾഫർ ഡയോക്സൈഡ്, സ്മോഗ് ഒക്കെയാണ്. ഓക്കെ, പിന്നെ ഓരോന്നിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയുന്നു. പിന്നെയുള്ള ഒരു ആസ്പെക്ട് ആണ് സ്മോഗ് എന്ന് പറയുന്നത്. സ്മോഗ് എന്ന് പറയുമ്പോൾ സ്മോക്ക് പ്ലസ് ഫോഗ്. ഓക്കെ, ഫോഗിലേക്ക് സ്മോക്ക് കൂടി വരുന്നതാണ് വി ഹാവ് സ്മോഗ് എന്ന് പറയുന്നത്. ഓക്കെ, സ്മോഗ് രണ്ട് ടൈപ്പ് ഉണ്ട്. ഓക്കെ, സ്മോഗ് രണ്ട് ടൈപ്പ് ഉണ്ട്. സൾഫറസ് സ്മോഗ് ആൻഡ് ഫോട്ടോ കെമിക്കൽ സ്മോഗ്. ഓക്കെ, സ്മോഗ് ഈസ് ടു ടൈപ്പ്, സൾഫറസ് ആൻഡ് ഫോട്ടോ കെമിക്കൽ സ്മോഗ്. ഫോട്ടോ കെമിക്കൽ സ്മോഗ് എന്ന് പറയുമ്പോൾ ചോദിച്ചതാണ്. ഫോട്ടോ കെമിക്കൽ സ്മോഗ് എന്ന് പറയുമ്പോൾ ഓസോണ്, പെറോക്സി അസൈറ്റൈൽ നൈട്രേറ്റ്, ആൽഡിഹൈഡ് ഒക്കെയാണ് ഫോട്ടോ കെമിക്കൽ സ്മോഗിന്റെ കമ്പണൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സൾഫറസ് സ്മോഗിന്റെ കമ്പണന്റ് ഹൈ കോൺസെൻട്രേഷൻ ഓഫ് സൾഫർ ഓക്സൈഡ് ഉണ്ടാവും. ഓക്കെ, ഇതിന്റെ ഒരു എക്സാമ്പിൾ ഒരു മാത്ത് ദ ഫോളോയിങ് ആസ്പെക്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഫോട്ടോ കെമിക്കൽ സ്മോഗ് എന്ന് പറയുമ്പോൾ ഓക്കെ വി ഹാവ് ദ ലോസ് ഏഞ്ചലസ് സ്മോഗ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ അതിനെ സൾഫറസിനെ ലണ്ടൻ സ്മോഗ് എന്ന് പറയും. ഓക്കെ, ഫോട്ടോ കെമിക്കൽ സ്മോഗിന്റെ കമ്പണന്റ് എന്ന് പറയുമ്പോൾ ഓസോൺ, ഓക്കെ, നൈട്രജൻ ഓക്സൈഡ്, ദെൻ VOC പാൻ, ഓക്കെ, പെറോക്സി അസറ്റൈൽ നൈട്രേറ്റ്സ്, വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സ്, ഓക്കെ, നൈട്രസ് ഓക്സൈഡ് ഒക്കെയാണ്. ദെൻ വി ഹാവ് സൾഫർ സ്മോഗിന്റെ സൾഫർ ഡയോക്സൈഡ്. ഓക്കെ, ദെൻ വി ഹാവ് പെർട്ടിക്കുലേറ്റ് സൂട്ട് സ്മോക്ക്. ഓക്കെ, പോലെയുള്ളതൊക്കെയാണ് ഓക്കെ അതിന്റെ ഒരു എക്സാമ്പിൾ പറയുന്നത്. ദെൻ വി ഹാവ് സൺലൈറ്റ്, വാം ആൻഡ് ഡ്രൈ കണ്ടീഷനിലാണ് ഫോട്ടോ കെമിക്കൽ ഉണ്ടാവുക. അതാണ് നമ്മൾ സമ്മർ എന്നൊക്കെ പറയുന്ന പോലെ. ഓക്കെ, അതുപോലെ തന്നെ സൾഫറസ് എന്ന് പറയുമ്പോൾ ഓക്കെ കൂൾ, ഹ്യൂമിഡ്, ഫോഗി വെതറിലാണ്. ഓക്കെ, വി ഹാവ് വാട്ട് വി കൻ സേ
അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വിന്റർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വിന്ററിൽ ഉണ്ടാവുന്നതാണ് സൾഫറസ് ഓർ ലണ്ടൻ സ്മോക്ക് എന്ന് പറയുന്നത്. പിന്നെ നമുക്കുള്ളതാണ് ആസിഡ് റെയിൻ. ആസിഡ് റെയിൻ മെയിൻ ആയിട്ട് ഉണ്ടാവുന്നത് ചോദിക്കാം സൾഫർ ഡയോക്സൈഡിന്റെയും സൾഫർ ഡയോക്സൈഡിന്റെയും നൈട്രജൻ ഡയോക്സൈഡിന്റെയും നൈട്രജൻ ഓക്സൈഡിന്റെയും സൾഫർ ഡയോക്സൈഡിന്റെയും നൈട്രജൻ ഓക്സൈഡിന്റെയും വാട്ടർ മയമായിട്ടുള്ള റിയാക്ഷൻ കാരണമായിട്ടാണ് നമുക്ക് എന്തുണ്ടാവുന്നത്, നമുക്ക് ആസിഡ് റെയിൻ ഉണ്ടാവുന്നത്. സൾഫർ ഡയോക്സൈഡ് ആൻഡ് നൈട്രജൻ ഓക്സൈഡ് ഇവരുടെ റിയാക്ഷൻ കാരണമായിട്ടാണ് നമുക്ക് എന്തുണ്ടാവുന്നത്, നമുക്ക് ആസിഡ് റെയിൻ ഉണ്ടാവുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട ഒരു കേസ്. സോ വി ഹാവ് ദെൻ വി ഹാവ് സൾഫർ ഡയോക്സൈഡ്, കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പൊല്യൂട്ടൻസ്, അതിന്റെ സോഴ്സ് കൊടുത്തിട്ടുണ്ട്. എഫക്ട്സ് ഓഫ് എയർ പൊല്യൂഷൻ കൂടുതലായിട്ട് പറയുന്നില്ല. ഹ്യൂമൻ ഹെൽത്തിൽ എന്തൊക്കെയാണ് എഫക്റ്റ് നമുക്കറിയാം, കുറെ അസുഖങ്ങൾ ഉണ്ടാക്കും, കാർഡിയോവാസ്കുലർ, ഐ ഇറിറ്റേഷൻ, ന്യൂറോളജിക്കൽ ഡാമേജ്, പിന്നെ മെറ്റീരിയൽസിൽ, ക്ലൈമറ്റിൽ. കൺട്രോൾ ഓഫ് എയർ പൊല്യൂഷൻ ഒരുപാട് മെത്തേഡുകൾ ഉണ്ട്. ഒന്ന് സോഴ്സിൽ തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഒന്ന് നമുക്ക് സോഴ്സിൽ തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, ക്ലീൻ ഫ്യൂവൽസ് ഉപയോഗിച്ചുകൊണ്ട്, വെഹിക്കിൾ എമിഷൻ സ്റ്റാൻഡേർഡ്സ് ഉപയോഗിച്ചുകൊണ്ട്, റെഗുലർ മെയിൻ്റെനൻസ് ഓഫ് എഞ്ചിൻസ് ആൻഡ് ഫിൽറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട്. സോ വി ഹാവ് use of clean fuel, vehicle emission standard, and regular maintenance of engine and filters ആണ് will be having at source എന്നുള്ള ഒരു ആസ്പെക്റ്റിലേക്ക് നമുക്ക് പറയാൻ പറ്റുക. Then we have during transmission, അത് ട്രാൻസ്മിഷൻ ചെയ്യുന്ന സമയത്ത് we have green belts as dust and gas filters. Then we have zoning industries, residential areas, receptorantൽ എയർ പ്യൂരിഫയേഴ്സ്, മാസ്ക് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ റീസെന്റ് ചോദിച്ചിട്ടുള്ള ഒരു ആസ്പെക്ട് ആണ് എയർ പൊല്യൂഷന്റെ കൺട്രോൾ ഡിവൈസുകൾ എന്ന് പറയുന്ന ഒരു ആസ്പെക്ട് ഉണ്ട്. വി ഹാവ് ഇലക്ട്രോസ്റ്റാറ്റിക് പെർസിപിറ്റേറ്റർ, സൈക്ലോൺ സെപ്പറേറ്റർ, സ്ക്രബ്ബർ, ബാക്ക് ഫിൽറ്റർ. ഫ്ലൈ ആഷിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് പെർസിപിറ്റേറ്റർ, സെൻട്രിഫ്യൂഗിന്റെ അടിസ്ഥാനത്തിൽ വർക്ക് ചെയ്യുന്നത് സൈക്ലോൺ സെപ്പറേറ്റർ, ദെൻ ലിക്വിഡ് സ്പ്രേ അബ്സോർബ്സിന്റെ അടിസ്ഥാനത്തിൽ സ്ക്രബ്ബർ, ഫിൽട്രേഷൻ ത്രൂ ഫാബ്രിക് വി ഹാവ് ബാക്ക് ഫിൽറ്റർ. ബാക്ക് ഫിൽറ്റർ എന്നുള്ളതാണ്. സോ ദിസ് ഈസ് എ ഡിഫറെന്റ് എയർ പൊല്യൂഷൻ കൺട്രോൾ ഡിവൈസസ് എന്ന് പറയുന്നത്. ദെൻ വി ഹാവ് എയർ പൊല്യൂഷൻ സ്പ്രെഡ് ചെയ്യുന്ന ആസ്പെക്ടിനെയാണ് നമ്മൾ ഡിസ്പെഷൻ എന്ന് പറയുന്നത്. എയറിൽ വരുന്ന ഡിഫറെന്റ് എയർബോൺ ഡിസീസുകളാണ് എയറിലൂടെ സ്പ്രെഡ് ചെയ്യുന്ന ഡിഫറെന്റ് ഡിസീസുകളാണ് കീ ആയിട്ട് പറയാവുന്നതാണ്. വി ഹാവ് ആന്ത്രാക്സ്, വി ഹാവ് ചിക്കൻ പോക്സ്, വി ഹാവ് ഇൻഫ്ലുവൻസ, വി ഹാവ് മീസിൽസ്, we have smallpox, and we have tuberculosis. We have tuberculosis. So these are the different, what we can say, airborne diseases. Different airborne diseases. Then we have പിന്നെ ഈ എയർ പൊല്യൂട്ടൻസിന്റെ ഭാഗമായിട്ടുള്ള ടോക്സിക് സബ്സ്റ്റാൻസിനെ എയർ പൊല്യൂഷന്റെ ഭാഗമായിട്ടുള്ള ടോക്സിക് സബ്സ്റ്റാൻസിനെ ഡിഫറെന്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഗ്രൂപ്പ് എ, ഗ്രൂപ്പ് ബി, ഗ്രൂപ്പ് സി, ഗ്രൂപ്പ് ഡി. ഗ്രൂപ്പ് എ എന്ന് പറയുമ്പോൾ ഹ്യൂമൻ കാർസിനോജൻ, ക്യാൻസർ ക്രിയേറ്റ് ചെയ്യുന്ന ഉറപ്പുള്ളതാണ്, ടുബാക്കോ സ്മോക്ക് പോലെ തെളിയിക്കപ്പെട്ടതാണ്. ഗ്രൂപ്പ് ബി എന്ന് പറയുമ്പോൾ പോസിബിൾ ഹ്യൂമൻ കാർസിനോജന് സാധ്യതയുണ്ട്. മനുഷ്യന്മാരിലെ ലിമിറ്റഡ് എവിഡൻസേ ഉള്ളൂ. അനിമൽസിൽ സഫീഷ്യന്റ് എവിഡൻസ് ഉണ്ട്. എക്സാമ്പിൾ ആണ് ആസ്ബെസ്റ്റോസ്. ഗ്രൂപ്പ് സി പോസിബിൾ ഹ്യൂമൻ കാർസിനോജൻ. ഇവിടെ ഉള്ളത് പ്രോബബിൾ ഹ്യൂമൻ കാർസിനോജൻ ആണ്. ഗ്രൂപ്പ് ബി ഈസ് പ്രോബബിൾ ഹ്യൂമൻ കാർസിനോജൻ ആൻഡ് ഗ്രൂപ്പ് സി ഈസ് പോസിബിൾ ഹ്യൂമൻ കാർസിനോജൻ. പോസിബിൾ ഹ്യൂമൻ കാർസിനോജൻ എന്നുള്ളതാണ്. എക്സാമ്പിൾ ഫോർമാൽഡിഹൈഡ് ആണ്. സാധ്യത ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. മനുഷ്യന്മാരിൽ അങ്ങനെ എവിഡൻസ് ഒന്നും ഇല്ല. കുറച്ച് എവിഡൻസ് അനിമൽസിലൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ദെൻ വി ഹാവ് ഗ്രൂപ്പ് ഡി ഈസ് നോട്ട് ക്ലാസിഫൈഡ്. ഗ്രൂപ്പ് ഡി എന്ന് പറയുമ്പോൾ ക്ലാസിഫൈഡ് അല്ലാത്തത്, കാർസിനോജനിക് എഫക്ട്സ് ഒന്നും ഇല്ലാത്തത്. കാർസിനോജനിക് എഫക്റ്റുകളൊന്നും ഇല്ലാത്തതാണ് ഗ്രൂപ്പ് ഡി. അങ്ങനെ തന്നെ ദ ഫോളോയിങ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പ്രോബബിളും പോസിബിളും ഇമ്പോർട്ടൻറ്റ് മനസ്സിലാക്കുക. പ്രോബബിൾ ആണ് കൂടുതൽ സാധ്യതയുള്ളത് എന്ന് മനസ്സിലാക്കുക, കമ്പയർ ടു പോസിബിൾ ഏറ്റവും കൂടുതൽ എന്നുള്ളതല്ല. പോസിബിളും പ്രോബബിളും കമ്പയർ ചെയ്യുമ്പോൾ പ്രോബബിളിലാണ് കൂടുതൽ സാധ്യത ഉള്ളത് എന്ന് മനസ്സിലാക്കുക. ദാറ്റ്സ് ഇറ്റ്. Yeah.